ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീഷ്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ എന്തൊരു ആക്ഷേപിക്കലായിരുന്നു. കമ്മികളും പൊങ്ങികളും സൂടാപ്പികളും ഒക്കെ. ഇതാ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ പുതിയ ഉൽപ്പന്നം, പുതിയ നിർമ്മാണം, പുതിയ നിർമ്മിതി റെഡിയായി ഇരിക്കുകയാണ്. ജൂൺ 21 കൊൽക്കത്തയിൽ ഇന്ത്യ ഒരു ചരിത്രം കുറിക്കുകയാണ്. ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യക്ക്, നമ്മുടെ ഭാരതത്തിന് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ഒരു സംരംഭം. 3 യുദ്ധക്കപ്പലുകളാണ് ഒറ്റയടിക്ക് നമ്മുടെ ഭാരതം സ്വന്തമായി നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യൻ നേവിക്ക് കൈമാറാൻ പോകുന്നത്. അതിൽ ഒന്നിൻ്റെ പേര് INS ദുർഗരി എന്നാണ്. ബ്രഹ്മോസും അതുപോലെ തന്നെ 8 മിസൈലുകളുമായി കടലിൻ്റെ മുകളിൽ സദാ കണ്ണും തുറന്നുമായി നമ്മളെ സംരക്ഷിക്കാൻ, നമ്മുടെ ഭാരതത്തെ സംരക്ഷിക്കാൻ നിലയുറപ്പിച്ചു നിൽക്കുന്ന ഒരു പുതിയ കാവൽഭടൻ. ഇനി രണ്ടാമത്തത് ഏതാണെന്നല്ലേ? INS ആഗ്ര. കടലിന്റെ ആഴമേറിയ അഗാധതയിൽ ഓളിയിട്ട് പായുന്ന അന്തർവാഹിനികളുടെയൊക്കെ പേടി സ്വപ്നം ആഗ്ര. തീരക്കടലുകൾക്കായി നിർമ്മിച്ച ആഗ്ര R4 ക്ലാസ് അന്തർവാഹിനി വേട്ടക്കപ്പലാണത്രേ. ഇനി മൂന്നാമത്തതാണ് സംശോധക്. നമ്മുടെ ആഴമേറിയ കടലുകളിലെ ഓരോ ഇഞ്ചും അളന്ന് തിട്ടപ്പെടുത്തി അതിൻ്റെ ആഴവും വ്യാപ്തിയും അണുവിട തെറ്റാതെ കൃത്യമായും വ്യക്തമായും എത്രയുണ്ടെന്ന് കണക്കാക്കി തരുന്ന അതിസൂക്ഷ്മ കണ്ണുകൾ. അതായത് അത്യാധുനികമായ സർവേ കണ്ണുകളുള്ള നൂതന കപ്പൽ. ഒരിക്കൽ പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ നമ്മുടെ AK ആന്റണി സാറ് പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം വെറുതെ പറഞ്ഞതൊന്നല്ല കേട്ടോ, വലിയൊരു പൊതുപരിപാടിയിൽ പറഞ്ഞ കാര്യം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: യൂണിഫോം ഇടുന്നത്, അതായത് ജവാന്മാര്, പട്ടാളക്കാർ യൂണിഫോം ഇടുന്നത് മരിക്കാൻ തയ്യാറായിട്ടാണത്രേ. അല്ല, അന്ന് പട്ടാളം എന്ന് പറയുന്നത് ശത്രുക്കളുടെ മിസൈലിനാലോ ബോംബിനാലോ ഗ്രാനേഡിനാലോ മരിക്കാൻ തയ്യാറായിട്ട് യൂണിഫോം ധരിക്കുന്നവർ തന്നെയാണ്. കാരണം അവർക്ക് പ്രതിരോധിക്കാൻ, സ്വയം രക്ഷയ്ക്ക് പ്രതിരോധിക്കാൻ ആയുധമില്ലെങ്കിൽ എന്തു ചെയ്യും? യൂണിഫോം ധരിച്ച് മരിക്കുക തന്നെ, മരിക്കാൻ തയ്യാറാവുക തന്നെ. എന്നാൽ ഇന്ന് ആ സാഹചര്യമൊക്കെ അങ്ങ് മാറിക്കിട്ടി. ഇന്ന് മരിക്കാൻ തയ്യാറായിട്ടൊന്നല്ല ഓരോ പട്ടാളക്കാരനും അവരുടെ യൂണിഫോം ധരിക്കുന്നത്. സ്വയം രക്ഷയായും രാജ്യത്തിന് സുരക്ഷയൊരുക്കാനും രാജ്യത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുമാണ്. അവർ പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനും ജയിക്കാനും വേണ്ടി തന്നെയാണ് ഇന്ന് പട്ടാളക്കാർ യൂണിഫോം ഇടുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷം 2025 ജനുവരിയിൽ INS സൂറത്ത്, INS നീൽഗിരി, INS വാഗ്ഷീർ എന്നിവ ഇന്ത്യൻ നേവിക്ക് നമ്മുടെ ഭാരതം നിർമ്മിച്ച് കൈമാറിയിരുന്നു. ഇതിൽ ഓരോ കപ്പലുകളും ബ്രഹ്മോസ് എന്ന ബ്രഹ്മാസ്ത്രത്തെ വഹിക്കാൻ കഴിവുള്ളവയാണ്. അന്തർവാഹിനിയെ വേട്ടയാടാനും കടലിനടിയിലെ യുദ്ധമേഖലയെ നാവികസേനയ്ക്ക് അറിയിക്കാനും കഴിവുള്ളതായിരുന്നു. യുദ്ധക്കപ്പലിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഈ പൂർത്തീകരിച്ച കപ്പൽ നമ്മുടെ ഭാരതത്തിലെ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറും. അല്ലെങ്കിൽ ഈ 3 കപ്പലുകളും ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ നേരിടുന്ന, നമ്മുടെ ഭാരതം നേരിടുന്ന, ഇന്ത്യൻ നാവികസേന നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യാനും തകർക്കാനും തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇന്ത്യൻ നാവികസേനയും ഇന്ത്യൻ നാവികസേനയുടെ അതിനൂതനമായ കപ്പലുകളും. ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് യഥേഷ്ടം നമ്മുടെ പട്ടാളക്കാരെ നമുക്ക് വിമർശിക്കാം, ആക്ഷേപിക്കാം, നമ്മുടെ ഭാരതത്തെ ആക്ഷേപിക്കാം, പാകിസ്ഥാന് വേണ്ടി അനുകൂലിക്കാം. കാരണം നമുക്കൊന്നും പേടിക്കേണ്ടതില്ല. നമ്മുടെ ഭാരതത്തിൻ്റെ അതിർത്തിയിൽ അവർ കണ്ണു തുറന്നു തന്നെ ഇരിക്കുന്നു നമുക്ക് സുരക്ഷയ്ക്കായിട്ട്. പിന്നെ നാം എന്ത് പേടിക്കണം അല്ലേ? എങ്കിലും നമ്മുടെ ജവാന്മാർ, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ജവാന്മാർക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റുടൻ വരുന്നതിൽ എല്ലാവർക്കും ജയ് ഹിന്ദ്.